ഫ്രണ്ട്സ്, ഇവീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സുഡോക്കു പക്ഷീനെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു കത്രികയും ഒരു കളർ പേപ്പറുമാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ അത് നല്ല ക്ലിയർ ആയിട്ട് മടക്കണം. ഇങ്ങനെ മടക്കി ഇനി നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്യും. ഇങ്ങനെ ഇപ്പം നമ്മൾ ഇത് കറക്റ്റ് സ്ക്വയറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ ആക്കുക. നമ്മൾ നന്നായി മടക്കുക. ഇപ്പം ഞാൻ വെട്ടിയപ്പോൾ കുറച്ച് ഭാഗം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ വെട്ടിക്കളയണം. നിങ്ങൾ ബാക്കി വന്നില്ലെങ്കിൽ നിങ്ങൾ വെട്ടണ്ട. അപ്പം എനിക്ക് ബാക്കി വന്നു, ഞാൻ ഇങ്ങനെ വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം ഇങ്ങനെ മടക്കും. ഇത് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെയും മടക്കണം. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ മടക്കും. അത് പതുക്കെ ആക്കാൻ മതി, അല്ലെങ്കിൽ കുളവും. അപ്പോൾ ഇങ്ങനെയായിട്ടാണ് നമ്മൾ മടക്കിയേക്കുന്നത്. അപ്പം മടക്ക് നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ മടക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ മടക്കിയിട്ട് ഈ പോർഷൻ ഇങ്ങനെ ആക്കാം. ആദ്യം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ആവണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഭാഗം അതുപോലെ ആക്കുക. അതൊക്കെ ആക്കണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പോർഷൻ ഇങ്ങോട്ടാക്കുക. അപ്പോൾ നമ്മളിത് രണ്ടും ഇങ്ങനെ അടുപ്പിക്കും. നിങ്ങൾക്ക് കാണാണ്ടല്ലോ. ഇങ്ങനെ ആക്കിയിട്ട് ഈ പോർഷൻ ഈ ഭാഗം പിടിച്ചിട്ട് ഇതിങ്ങോട്ട് താഴത്തേക്ക് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ട്രയാങ്കിൾ രൂപം കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ ഒന്ന് ശരിയാക്കാം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് കുളമായ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റും. ഇല്ലൊന്ന് ശരിയാക്കി അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ പോർഷൻ ഈ ഭാഗം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം ഇത് മാത്രം പൊക്കുക. എന്നിട്ട് അത് ഈ പോർഷൻ ഇതിങ്ങനെ വയ്ക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം. എനിക്കും ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു. ഞാൻ അമ്മയ്ക്കാണൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഞാൻ പഠിച്ചത്. ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെ മടക്കാം. അപ്പോൾ ഇങ്ങനെയാവും.
അപ്പം നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു ഭാഗമാണ്. നമുക്ക് അതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യാണ്. ഇതിപ്പോൾ ഇങ്ങനെ മടക്കും, കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അടിഭാഗമൊക്കെ കുറച്ച് കൊളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഷേപ്പ് കിട്ടും. അതേപോലെ തന്നെ ഈ ഭാഗം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം അല്ലെങ്കിൽ ഈ സൈഡിലത്തെ പതുക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ താത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതേപോലെ തന്നെ ഇത് കുറച്ചും കൂടി താഴ്ത്തിക്കാക്കാം. അപ്പോൾ ഞാൻ താഴ്ത്തിക്കാക്കട്ടെ, ഇത് കാണിച്ചു തരാം. എനിക്ക് പടിയാണ്, നിങ്ങൾക്ക് ഇനി അത് കാണിച്ചു തരാം. 2 minutes. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷൻ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കും. ഇങ്ങനെ അപ്പം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ അപ്പം നമ്മുടെ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ആക്കാം. ചിറക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ഭംഗിയായിട്ടിരിക്കും. പിന്നെ പറക്കണ പോലെ ആക്കുകയാണെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ കൊണ്ട് മടക്കും. ഞാൻ പറക്കണ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ ആക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ സുഡാക്കോ പക്ഷി റെഡിയായി. ഇനി നമുക്ക് അതിന് 2 കണ്ണ് വരച്ചു. അതിനുവേണ്ടി ഇനി പെണ്ണ് ഉപയോഗിക്കണം. സുഡാക്കോ പക്ഷിയുടെ കണ്ണ് നമ്മൾ വരയ്ക്കുകയാണ്. വരയണില്ലല്ലോ. എനിക്കിപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ നമ്മുടെ സുഡാക്കോ പക്ഷി തയ്യാർ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.